CPM എന്ന പാർട്ടിക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് മാത്രം 600ഓളം ചെറുതും വലുതുമായ പ്രവർത്തകരാണ് രക്തസാക്ഷികളായിട്ടുള്ളത്. അതും കൂടുതൽ BJP RSSകാരുടെ അക്രമത്തിൽപ്പെട്ടാണ് ഇവർ കൊല്ലപ്പെട്ടത്. എന്നാൽ ആ രക്തസാക്ഷികൾ കിടന്നുറങ്ങുന്ന പച്ച മണ്ണിൽ ചവിട്ടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പോയി നരേന്ദ്രമോദി എന്ന RSS BJP നേതാവിനെ ചുംബിക്കുകയാണ്. ആ 600 പേരുടെ കുടുംബാംഗങ്ങൾ ഇത് താങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് PV അൻവർ കേരളത്തിലെ CPM നേതാക്കളോടും ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരോടും ചോദിച്ചിരിക്കുന്നത്. സ്വന്തം തട്ടിപ്പും ഒപ്പം മകൻ്റെയും മകളെയുടെയും തട്ടിപ്പ് കേസുകളും കേന്ദ്രം അന്വേഷിക്കുന്നൊരവസരത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഒരു പാർട്ടിയെ മുഴുവൻ നരേന്ദ്രമോദിയുടെയും BJPയുടെയും കാൽക്കൽ കൊണ്ടുപോയി കെട്ടിയിട്ട പിണറായി വിജയന് പണ്ട് സന്തത സഹചാരിയായിരുന്ന PV അൻവറിൻ്റെ അടി താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അതിശക്തമായിട്ടാണ് പിണറായി വിജയനെ മുൻ MLA കൂടിയായ PV അൻവർ ആക്രമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർബന്ധത്തിലാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്ന് എല്ലാവർക്കും അറിയാം. അത് തട്ടിപ്പ് കുടുംബത്തെ അകത്തിടാതിരിക്കാനാണ്. എന്നാൽ ആ മുഖ്യമന്ത്രിക്ക് വേണ്ടി കുടപിടിക്കുന്ന മറ്റുള്ള മന്ത്രിമാരും നേതാക്കളും വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചോദിച്ചിരിക്കുന്നത്. അതിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതും ഇവർ തന്നെയല്ലേ എന്നാണ് PV അൻവർ ചോദിച്ചിരിക്കുന്നത്. മുൻപ് ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ശരിയായി മാറിയിരിക്കുന്നു. ബഡ്ജറ്റിൻ്റെ 1% പോലും വരാത്ത പണം നേടാനാണോ ഒപ്പിട്ടത് എന്നും, ശരിക്കും പറഞ്ഞാൽ CPMന് ഉണ്ട് എന്ന് പറയുന്ന മതേതരത്വത്തെ പിണറായി സർക്കാർ തൂക്കി വിറ്റു എന്ന ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായിയുടെ വ്യക്തിപരമായ ആവശ്യത്തിനാണ് ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സൽക്കാരം സ്വീകരിക്കാനാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയത് എന്നും BJP പിണറായി ബന്ധം അടിവരയിടുന്നതാണ് PM ശ്രീയിലിട്ട ഒപ്പെന്നും PV അൻവർ ഉറപ്പിച്ചു പറയുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നേതൃത്വ തലത്തിൽ BJP CPM സഖ്യം കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ രക്തസാക്ഷികളും ആത്മാഭിമാനമൊക്കെയുള്ള പ്രവർത്തകരുടെ കുടുംബവും ഇത് സ്വീകരിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആദ്യം ഈ 600 കുടുംബങ്ങൾ തന്നെ ഉത്തരം പറയും. ഏതായാലും PV അൻവറിൻ്റെ വാക്കുകൾ കേട്ടു നോക്കാം. പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം. കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി ഇരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിൽ BJPക്ക് ഒരു MLA പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് BJPയുടെ ഒരു മുഖ്യമന്ത്രി, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതം. ഒരു MLA ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഇതര BJP മുഖ്യമന്ത്രിമാർക്ക് എങ്ങനെ BJPയെ സഹായിക്കാനുള്ള നിലപാട്, കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിമാരോടൊപ്പം ഒരു MLA പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നിൽക്കുകയാണ്. അവിടത്തേക്ക് എത്തി കേരളം. അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷക്കപ്പുറം ഈ കണ്ണൂരിൽ ഈ പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കണ്ണൂരിലെ പത്രപ്രവർത്തകനാണല്ലോ, 600ഓളം സഖാക്കൾ രക്തസാക്ഷിത്വം കേരളത്തിൽ വഹിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ധീര രക്തസാക്ഷികളായ 600ഓളം സഖാക്കളുണ്ട്. അതിലെ മഹാഭൂരിപക്ഷവും ഈ കണ്ണൂരിൻ്റെ മണ്ണിലാണ്. ആ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ണൂരിൻ്റെ മണ്ണിൽ രക്തസാക്ഷികളായ സഖാക്കളുടെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ പോരാടിയത് ഈ ഫാസിസത്തിനെതിരെയാ, ഈ വർഗീയതക്കെതിരെയാ, ഈ BJPക്കെതിരെയാ, ഈ RSSനെതിരെയാണ്. ആ കുടുംബങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവരിത് താങ്ങും എന്ന് പത്രക്കാരായ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ? ചെറിയ ബന്ധമൊക്കെ എനിക്കുണ്ടല്ലോ ഇവരൊക്കെ ആയിട്ട്. ഒരു 5-8-10 വർഷം അവരോട് കൂടെ നടന്നവരാണല്ലോ. അവർ പറയുന്ന വികാരം ഇതൊക്കെ ഇവിടെ പ്രതിഫലിക്കാൻ പോവുകയാണ്. ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കൊണ്ടുപോയിട്ട് BJPയുടെ അടുപ്പിൽ കെട്ടിക്കഴിഞ്ഞു പിണറായി. അതിനെ രക്ഷപ്പെടുത്തി എടുക്കണോ വേണ്ടയോ? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണോ അല്ല ത്രിപുരയും പശ്ചിമ ബംഗാളും ആകണോ എന്ന് തീരുമാനിക്കാൻ സഖാക്കൾക്ക് കിട്ടുന്ന അവസരമാണ് ഈ വരുന്ന ത്രിതല തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അത് വളരെ ബുദ്ധിപൂർവം ആലോചിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ
വ്യക്തിപരമായി അവരുടെ മനസാക്ഷിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഈ പാർട്ടിയെ തകർക്കാനുള്ള ഈ പിണറായിസത്തെ കമ്മ്യൂണിസ്റ്റുകാർ തകർത്ത് കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് നിലമ്പൂരിൽ നിങ്ങൾ കണ്ടത്. 20,000 വോട്ട് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോഴും ഉണ്ട് CPM UDF വോട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ അതേ വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിലുണ്ട്. 80,000 വോട്ടിൽ നിന്ന് LDF സ്ഥാനാർത്ഥി 60,000 പോയതാരാ? പച്ച സഖാക്കൾ എനിക്ക് ചെയ്ത വോട്ടാ. അത് കേരളത്തിൽ ഒട്ടാകുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചെയ്ത് മാത്രമല്ല, വ്യക്തിപരമായി അതിൽ എന്താ 10-20% വോട്ടുണ്ടാവുമായിരിക്കാം ആ 20,000. ബാക്കി വരുന്ന 80% വോട്ടുകളും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണമെങ്കിൽ പിണറായിയെ താഴെ ഇറക്കണമെന്ന് തീരുമാനിച്ചിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന നെഞ്ഞത്ത് കൈവച്ച് പച്ച സഖാക്കൾ ചെയ്ത വോട്ടാണ്.